പ്രിയമുള്ളവരെ, സർക്കാർ ബസ്സുകളിൽ ഫ്രീ സർവീസ് എന്നും പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് ലേഡീസിന് ഫ്രീ ആണെന്നും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ച് വിജയിച്ച് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോഴ് അവരൊരു നിബന്ധന വെച്ചിരിക്കുകയാണ്. അതായത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഫ്രീ സർവീസ് ഉണ്ടാവുമെന്ന്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ല ഒഴികെ ബാക്കി എവിടെയാണ് കൂടുതൽ ഓർഡിനറി ബസ്സുകളുള്ളത്? ഈ പറഞ്ഞ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ, സിറ്റികളിൽ ഓക്കെ, ഗ്രാമപ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആഹപ്പാടെ 1 2 കാണും സർവീസ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. മറ്റുള്ള ജില്ലകളിൽ അപേക്ഷിച്ച് തിരുവനന്തപുരം ജില്ലയിൽ സ്വല്പം കൂടുതലാണ്. അതേസമയത്ത് മറ്റുള്ള ജില്ലകളിൽ എങ്ങനെ സർവീസ് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇവർക്കൊണ്ടേ പറ്റൂ കേട്ടോ. ഇതിനു മുമ്പ് വണ്ടി മോഡിഫിക്കേഷന്റെ കാര്യം പറഞ്ഞ് ഒന്ന് പറ്റിച്ചതാണ്. അതേ കണക്ക് ഇതാ വീണ്ടും ബസ്സുകളിൽ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓർഡിനറിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ ഓർഡിനറി ബസ്സുകൾ കയറത്തില്ല, ഓൾറെഡി ഫുള്ളാണ് വരുന്നത് കംപ്ലീറ്റ് ബസ്സുകളിൽ. അതിനിടയ്ക്കൂടെ ഇതും കൂടെ ആയുമ്പോഴത്തേക്ക് ഉഷാറായി. പ്രഖ്യാപിച്ചതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ അതിനുള്ള സൗകര്യം കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അതായത് മറ്റുള്ള ഏരിയകളിൽ ഇല്ലാത്ത സർവീസുകൾ ഇല്ലാത്ത ഏരിയയിൽ ഓർഡിനറി ബസ്സുകൾ ഓടിക്കാനുള്ള സൗകര്യം കൂടെ സർക്കാർ ഒരുക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരല്ലേ, അവർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടണം. അല്ലാതെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു പേരിന് വേണ്ടി കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന രീതിയിൽ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കൊടുത്ത വാഗ്ദാനം ലംഘിക്കുകയല്ലേ അത്. എന്തായിരുന്നാലും എല്ലാ സർക്കാർ ബസ്സുകളിലും ഫ്രീ സർവീസുകളാക്കണം. കൊടുത്ത വാഗ്ദാനമാണ്, അത് പാലിക്കപ്പെടണം. അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.